ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ, അതായത് ബാപ്പാൻ്റെ പെങ്ങളുടെ മോളെ കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണം ഓഡിറ്റോറിയത്തിൽ അസീസിയ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു, കൊച്ചിയിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. ചെക്കൻ ലക്ഷദ്വീപുകാരൻ തന്നെയാണ്, പക്ഷേ കൊച്ചിയിലായിരുന്നു മാരേജ്. അങ്ങനെ ഗ്രൂം എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ ഉമ്മയും പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകം. നല്ലൊരു അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു. നമുക്കിവിടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. പാടിവട്ടത്താണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ ബ്രൈഡും എത്തിയിട്ടുണ്ട്. സാലിമ എന്നാണ് കേട്ടോ ബ്രൈഡിൻ്റെ പേര്. ഞങ്ങൾ ഒന്നിച്ചൊക്കെ പഠിച്ചതാണ്. വേറെ ഡിവിഷനാണ്, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. അങ്ങനെ അവളെ ഓഡിറ്റോറിയത്തിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. പിന്നെ നിക്കാഹിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ. നിക്കാഹ് നാട്ടിൽ നിന്ന് തന്നെ കാലി വന്നതാണ്. നിക്കാഹ് ചെയ്യുന്ന ആൾ നാട്ടിൽ നിന്ന് തന്നെ വന്നതാണ്, നാട്ടിലുള്ള ഉസ്താദാണ് കേട്ടോ. അങ്ങനെ നിക്കാഹ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലക്ഷദ്വീപിലുള്ള ഒരുപാട് ആൾക്കാർ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടി തന്നെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് അവളുടെ നിക്കാഹ് കാണുകയാണ്. എനിക്ക് എൻ്റെ നിക്കാഹ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ അവൾക്ക് ആ ഭാഗ്യം കിട്ടി, എനിക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അവൾ ഭയങ്കര ഇമോഷണലായി ഈ നിക്കാഹ് ഇത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ അവൾ ചെറുതായിട്ട് കരയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എമി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് അവിടെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞു. ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. ചടങ്ങെന്നൊന്നുമല്ല, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡല്ലേ ഇങ്ങനെ. അങ്ങനെ കസിൻ ബ്രദേഴ്സും പിന്നെ അവളുടെ ഓൺ ബ്രദറും ഒക്കെ കൂടിയായിരുന്നു സ്റ്റേജിൽ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ ബാക്കിൽ ഉണ്ടായിരുന്നു. അതാണ് ഹസ്ബൻഡിൻ്റെ, അതായത് പിയാപ്പിളിൻ്റെ ഉമ്മ കൈപിടിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ട്. ആളുടെ ഉമ്മയും ഒരു വ്ളോഗറൊക്കെയാണ് കേട്ടോ, യൂട്യൂബ് വ്ളോഗറാണ്. അങ്ങനെ ബ്രൈഡിനെയും ഗ്രൂമിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലക്ഷദ്വീപിൽ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നല്ല ചെക്കൻ്റെ വീട്ടിൽ നിന്നാണ് ഗോൾഡും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സാധാരണ നമുക്ക് ലക്ഷദ്വീപിൽ നിന്നാകുമ്പോൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്നായിരിക്കും ഗോൾഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ ഗോൾഡ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലർ ചെക്കൻ്റെ വീട്ടിൽ തന്നെ വന്ന് ഇട്ട് കൊടുക്കും. പക്ഷെ അധികം ആൾക്കാരും അവരുടെ വീട്ടിലേക്ക് പെണ്ണിനെ വണ്ടിയിലൊക്കെ ഓട്ടോറിക്ഷയിലൊക്കെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ആദ്യം ഇപ്പോൾ മഹറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അവൾക്ക് മഹറായിട്ട് ഡയമണ്ടിൻ്റെ ഒരു സെറ്റായിരുന്നു എന്ന് തോന്നുന്നു, ഡയമണ്ടായിരുന്നു മഹറായിട്ട് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഡയമണ്ടിൻ്റെ നെക്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും ഇവിടുന്ന് കാണാൻ പറ്റും. സാധാരണ നമുക്ക് ചെക്കൻ്റെ വീട്ടിലാവുമ്പോൾ വന്ന ഉടനെ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. ഇതിപ്പോൾ സ്റ്റേജിലായതുകൊണ്ട് എല്ലാവർക്കും കാണാം. അങ്ങനെ ഇതൊക്കെയായിരുന്നു ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായ ഗോൾഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ്സും അതുപോലെ ഫാമിലി ഫ്രണ്ട്സും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വേറെ തന്നെ ഗിഫ്റ്റ് കൊടുക്കും. ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ്. അത് ജസ്റ്റ് അവരിങ്ങനെ വീഡിയോ എടുക്കാനും കാണിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഗ്രൂമിൻ്റെ ഉമ്മ, പിയാപ്പിളിൻ്റെ ഉമ്മ അവൾക്ക് ബ്രൈഡിന് ഇട്ട് കൊടുക്കുകയാണ്. ഗോൾഡൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുള്ള ഗോൾഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉടിപ്പിക്കും. ഇവരിപ്പോൾ ആൺകുട്ടികളാണ്, പെങ്ങന്മാരൊന്നുമില്ല, 4 ആൺകുട്ടികളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഗ്രൂമിൻ്റെ ഉമ്മ ബ്രൈഡിന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന ഉടനെ വീട്ടിൽ നിന്നാണ് ഇടുക. ഇവിടെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്
ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ദ്വീപിൽ കല്യാണം നടത്തുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതും എളുപ്പവും ഇവിടെ തന്നെ വെച്ച് നടത്തുന്നതായിട്ട് തോന്നി. സാധനങ്ങളുടെ അവൈലബിലിറ്റി ആയാലും എന്തുകൊണ്ടും നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഇവിടെ വെച്ച് നടത്തുന്നതാണ്. പിന്നെ ദ്വീപിലാകുമ്പോൾ ഓഡിറ്റോറിയവും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും കല്യാണങ്ങളും എല്ലാ പരിപാടികളും നടത്തുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ആർഭാടമായിട്ട് നടത്താനൊക്കെ പറ്റും. വീട്ടിൽ വെച്ച് ആർഭാടമായിട്ട് നടത്താം, പക്ഷേ എല്ലാ സാധനങ്ങളുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അങ്ങനെ അവൾക്ക് വള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫാൻസി വളകളും കാര്യങ്ങളൊക്കെ ഊരി മാറ്റാണ്. അങ്ങനെ അതിന് ശേഷമായിരിക്കും അവൾക്ക് വളയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ അവിടെ ആണെങ്കിൽ ബ്രൈഡ് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ ഗോൾഡ് വളമൊക്കെ, ഗോൾഡ് ബാങ്കിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ചെക്കൻ്റെ വീട്ടിലേക്ക് വരിക. ഫാൻസി ആദ്യമൊക്കെ കുറവായിരുന്നു ഇടുന്നത്, ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റി. നമുക്ക് നാട്ടിലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. ചെക്കൻ്റെ വീട്ടിൽ നിന്നായിരിക്കുമല്ലോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലൊരു ഏർപ്പാടായിട്ട് തോന്നി. പിന്നെ പാദസരമാണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഗ്രൂമിൻ്റെ കസിൻ സിസ്റ്ററാണെന്ന് തോന്നുന്നു പാദസരം ഇട്ട് കൊടുക്കുന്നത്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഗോൾഡിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അങ്ങനെ പാദസരം ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ഗോൾഡ് ഇടലും കാര്യങ്ങളും ഒക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഉള്ളത് ബാക്കിയുള്ള ആൾക്കാരിങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഇടിപ്പിക്കും പെണ്ണിനെ. ദ്വീപിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവരവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടായിരുന്നു ഇടിപ്പിക്കുക. ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന അരഞ്ഞാണമാണ് കേട്ടോ. അങ്ങനെ ദ്വീപിലായിരുന്നെങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇടിപ്പിക്കും. അവിടുന്ന് അവരെന്നെ കൊണ്ടുപോയിട്ട് അവർ തന്നെ കൊണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഓരോരുത്തരിങ്ങനെ സ്റ്റേജിൽ കയറി അവരവരുടെ ഗിഫ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഗോൾഡും അല്ലെങ്കിൽ പൈസ അങ്ങനെയൊക്കെയാണ് പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഇത് ചെക്കൻ്റെ റിലേറ്റീവ്സാണ്. ഇതുപോലെ ചെയിനാണ്, ഗോൾഡൻ ചെയിനാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇതുപോലെ ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കട്ടോ. ചെക്കൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററാണ്, വള ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാണ് ബ്രൈഡിൻ്റെതും ഗ്രൂമിൻ്റെതും ഫാമിലി. പിന്നെ അത് കഴിഞ്ഞു നമുക്ക് റിസപ്ഷൻ വൈകുന്നേരം ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ വെൽക്കം ടു അവർ ബിഗിനിങ് ഡോക്ടർ സിയാദ് ആൻഡ് സാലിമ. അങ്ങനെ നമ്മളിതേ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് വെൽക്കം ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ചിക്കൻ നഗറ്റ്സ് ആയിരുന്നു സ്റ്റാർട്ടറായിട്ട്. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ബ്രൈഡും ഗ്രൂമും അപ്പോഴേക്കും എത്തിയിട്ടില്ല. നമുക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം എങ്ങനെ എത്തി. അപ്പോൾ ഭാഗ്യത്തിന് ബ്രൈഡും ഗ്രൂമും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മ ദേ ചായ കുടിക്കാനാണെന്നും പറഞ്ഞിട്ട് എന്തായിരുന്നു കൽബിലെ ചായക്കട, അങ്ങനെ അവിടെ പോയിട്ട് ഉമ്മ നല്ല സ്ട്രോങ് ചായ കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ ദേ ബ്രൈഡിൻ്റെതും ഗ്രൂമിൻ്റെതും എൻട്രി ആണ്. അപ്പോൾ നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അവരുടേത്. എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ട് നിന്ന് പോവും. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഗ്രൂമിൻ്റെ ബ്രദേഴ്സാണെന്ന് തോന്നുന്നു അവരെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഈ ഡാൻസ് കുറച്ച് സ്പീഡിലാണ് കേട്ടോ വെച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ശരിക്കും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ കുറേ ടൈം നീണ്ടു പോകും, വീഡിയോ ലെങ്ത്ത് കൂടുതലായി പോകുന്നതുകൊണ്ടാണ് ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് വെച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡാൻസൊക്കെ കാണാൻ. പിന്നെ നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു കേട്ടോ, അടിപൊളി പരിപാടിയായിരുന്നു. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി അതിലും അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂപ്പ് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സൂപ്പിൻ്റെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു. ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെതും ഗ്രൂമിൻ്റെതും ഫുൾ ഫാമിലി സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നു. പിന്നെ
ബ്രൈഡിൻ്റെ ഒരു സിസ്റ്റർ എത്താൻ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആളുടെ കുറവ് ഇവിടെ ഉണ്ട് കേട്ടോ. ആളെത്താൻ കുറച്ച് ലേറ്റ് ആയത് കാരണമാണ്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരാളുടെ കുറവ് എന്തായാലും ഉണ്ട്. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം അവർ മധുരം പങ്കുവെക്കുന്ന ഒരു ചടങ്ങായിരുന്നു. പിന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്നായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു സൂഫി ഡാൻസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നേരത്തെ വെൽക്കം ചെയ്ത് ഡാൻസ് കളിച്ച ആ കുട്ടികൾ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നെയ്ച്ചോറും ചപ്പാത്തിയും പൊറോട്ടയും അതുപോലെ പനീറും പിന്നെന്താ വെജിറ്റബിൾ റൈസും പിന്നെ പെപ്പർ ചിക്കനും ബീഫും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. കപ്പയും മീൻ കറിയും അത് വേറൊരു സൈഡിൽ അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുബൂസും പിന്നെ അതുപോലെ ഗ്രിൽഡ് ചിക്കനും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. പിന്നെ സാലഡിൻ്റെ ഒരു വെറൈറ്റി തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ടൈപ്സ് ഓഫ് സാലഡ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ എല്ലാത്തിനും ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പാസ്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാസ്ത നല്ലതായിരുന്നു. പിന്നെ സാലഡ്സും നല്ലതായിരുന്നു. ഞാനങ്ങനെ പൊതുവേ സാലഡൊക്കെ കഴിക്കൽ കുറവാണ്. പക്ഷേ ഇവിടുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓഡിറ്റോറിയത്തിലും നമുക്ക് സാലഡൊക്കെ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിലെ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ ഇവിടെ ആയിരുന്നു കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഫുഡ്, നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഡെസേർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നമ്മൾ പോകുമ്പോഴേക്കും ഒരുവിധം എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്തോ ഒരു പുഡിങ് ഉണ്ടായിരുന്നു. നേരത്തെ ഡോണട്ട്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു പോയി. നമുക്ക് ഭാഗ്യമില്ല. അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം ഉപ്പിലിട്ടതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പന കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ വിചാരിക്കും ഇവള് ഫുഡ് കഴിക്കാൻ മാത്രമാണോ വന്നതെന്ന്. അങ്ങനെ നമ്മുടെ പരിപാടി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിനും ചെക്കനും 2 ദിവസം ഗ്രാൻഡ് ഹയാത്തിലാണ് റൂം, അതായത് മണിയറ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ബ്രൈഡ് കാറിലേക്ക് കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് തൊട്ട് അടുത്ത് തന്നെ ആണല്ലോ ഗ്രാൻഡ് ഹയാത്തിൽ. അങ്ങനെ അവർ പോയി. പിന്നെ നമുക്കുള്ള ഊബറും ബുക്ക് ചെയ്ത് നമ്മളും വീട്ടിലേക്ക് പോവാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു കല്യാണവും കഴിഞ്ഞ് നമ്മൾ കാത്തിരുന്ന ആ ഒരു കല്യാണവും അങ്ങനെ ഇന്നത്തോടെ കഴിഞ്ഞു. ഇനി അടുത്ത കല്യാണത്തിനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് ഹയാത്ത്. ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ